നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, സാഗ്, സ്കിന്ന്, നമ്മുടെ ഫേസിലെ സ്കിന്ന് നമുക്ക് സാഗ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കൊന്ന് സ്കിന്നൊന്ന് ടൈറ്റൻ ആകാനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫേസ് ഓയിലിനെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ കാരണവന്മാരെല്ലാം കണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻഗ്രീഡിയൻസാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ ഞാൻ കൊണ്ടുവരുന്ന വിഷയം നിങ്ങൾക്ക് ആകുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ തരാൻ മറക്കരുത് പ്ലീസ്. ഇനി നമുക്ക് വീഡിയോസിലോട്ട് കിടക്കാം. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ തേക്കിൻ്റെ കിളുമ്പാണ്, കിളുന്തലയാണ്. അത് ധാരാളം ആൻറ്റി ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമ്മുടെ എത്ര വർഷം മുമ്പുള്ള പാടുപോലും, കാരയുടെ പാടുകളാട്ടെ, ചിക്കൻ ബോക്സിൻ്റെ പാടുകളാട്ടെ, പൊള്ളിയ പാടുകളാട്ടെ, ഇതെല്ലാം കുറയ്ക്കാനായിട്ട് പണ്ട് കാലം തൊട്ടേ ആൾക്കാർ, കാരണവന്മാരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നതാണ് ഈ തേക്കിൻ്റെ കിളുമ്പ്. അതിന് നല്ലൊരു റെഡ് കളറാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിരിക്കുന്നത് ഹിബിസ്കസാണ്. ഹിബിസ്കസിൻ്റെ ഗുണങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കുറേ ഓയിൽ പാക്കിനെ കുറിച്ചും ഹെയർ പാക്കിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സി ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഒരുപാട് മെഡിക്കൽ വാല്യൂസ് ഉള്ളതാണ്, മെഡിസിൻ വാല്യൂസ് ഉള്ളതാണ് നമ്മുടെ ഹിബിസ്കസ് അഥവാ ചുമന്ന ചെമ്പരത്തിപ്പൂവ്. അതാണ് നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻസ്. വൈറ്റമിൻ സി ധാരാളം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള തുളസിയാണ്. തുളസിയുടെ ഗുണങ്ങൾ, തുളസി നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ആയുർവേദത്തിൽ നമുക്ക് ഒരുപാട് അത് ഉള്ളിലോട്ട് കഴിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പിമ്പിൾസ് വരുന്നതിനെ തടയാനും, നമ്മുടെ ഫേസിന് ഉണ്ടാകുന്ന പാടുകളെ മായ്ക്കാനും നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയലും കൂടാണ് നമ്മുടെ തുളസി ഇല എന്ന് പറയുന്നത്. ഇത് മൂന്നും വെച്ച് നമുക്കൊരു ഓയിൽ തയ്യാറാക്കണം. ഇത് ഞാൻ ഓയിൽ തയ്യാറാക്കുന്ന വിധം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അത്രത്തോളം നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. അത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടേച്ചുക. ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം, നിങ്ങളതൊന്ന് കാണണം. പിന്നെ ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഈ ഓയിൽ റെഡിയാക്കി കയ്യിൽ വരുമ്പോൾ നല്ലൊരു റെഡ് കളറാണ് ഇതിനുണ്ടാകുന്നത്. നല്ല റെഡ് കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും തേക്കിൻ്റെ ഇലയുണ്ട്. ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് കയ്യിൽ ഇങ്ങനെ തിരുമ്മിയിട്ട് നമുക്ക് മൈലാഞ്ചിയൊക്കെ ഇടുന്നതിന് പോലും ബ്ലഡാണെന്നും പറഞ്ഞ് നമ്മളെല്ലാം ആ വീട്ടിലെ കളിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു അല്ലേ. നാട്ടുപുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ മനസ്സിലാവും. ടൗണിലോട്ടൊക്കെ എനിക്കറിയാമോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അത്രയ്ക്കും ഗുണങ്ങളേറെയുള്ളതാണ് നമ്മുടെ തേക്കിൻ്റെ ഇല എന്ന് പറയുന്നത്. ഇത് വെച്ച് ഞാനിപ്പം മസാജ് ചെയ്യുന്ന വിധം മാത്രമേ നിങ്ങളെ കാണിച്ചു തരുന്നുള്ളൂ. ഇത് രാവിലെ വൈകിട്ടും ഡെയിലി നമ്മുടെ ഫേസിൽ ഒരു 5 മിനിറ്റ് മസാജിങ്ങോടുകൂടി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ് ശരിക്കും നല്ല മസാജ് കൊടുത്ത് നമുക്കൊന്ന്, ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കുകയും വേണ്ട, ഓയിൽ അധികം എടുക്കുകയും വേണ്ട. ഇനി ഓയിൽ പിടിക്കാത്തവരാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓയിലി സ്കിന്നുള്ളവർ എപ്പോഴും ഫേസിൽ ഓയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിൽ ഇങ്ങനെ കയ്യിലോട്ട് എടുക്കുകയല്ല, നമ്മുടെ ഫിംഗറിൻ്റെ അറ്റത്ത് ഇങ്ങനെ ടിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് വരത്തില്ല. 3 ഫിംഗറിലോ 2 ഫിംഗർ ഇങ്ങനെ ടിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് മസാജ് ചെയ്യാം. ഇതല്ല എങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാനിതിൻ്റെ മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ക്രീം നമുക്ക് റെഡിയാക്കാം. അതുപോലെ ഗുണങ്ങളുണ്ട് ഇതിന്. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്, തുളസിയില, ഈ തേക്കിൻ്റെ കിളുമ്പ് വെച്ച്. ഇതാണ് ഇതിൻ്റെ അകത്ത് 3 ഇൻഗ്രീഡിയൻസ്. പിന്നെ
ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളോട് ലാസ്റ്റ് ഇതിൻ്റെ അകത്തൊരു മാജിക്കൽ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യും. അത്രത്തോളം ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഗ്രാമ്പു. മനസ്സിലായോ? എണ്ണയൊക്കെ കാച്ചി അവസാനം വരുമ്പോൾ നമുക്ക് നമ്മൾ എത്രയാണോ, ഞാനിപ്പോൾ 500 ml ഓയിലെടുത്തിട്ടാണ് ഒരു പിടി തേക്കിൻ്റെ ഇലയും ഒരു പിടി നമ്മുടെ ചെമ്പരത്തിപ്പൂവും ഒരു പിടി തുളസിയിലേക്കും എടുത്തിട്ട് അതിന് ഞാനൊരു 20 ഗ്രാമ്പും കൂടെ അവസാനം എണ്ണ നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യും. ഗ്രാമ്പൂവിൻ്റെ നമ്മുടെ സ്കിന്നിന്, ഹെയറിന്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ എല്ലാത്തിനും, ലിവർ, ഇൻറ്റേർണൽ ഓർഗൻസിന് വരെ, ഹാർട്ടിന്, എല്ലാത്തിനും ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഗ്രാമ്പു. അതാർക്കും അങ്ങനെ എല്ലാവരും അതങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം. പക്ഷേ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിൽ മിക്കതും അങ്ങനെ നമ്മുടെ ക്ലൗ ഓയിലുണ്ട്, ഇതൊക്കെ നല്ല ഗുണങ്ങളുള്ളതാണ്. മനസ്സിലായോ? അതിൻ്റെ ഗുണങ്ങൾ മെഡിസിൻ വാല്യുമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സ്കിന്നിന് നമുക്കിതിൻ്റെ അകത്ത് ഇതിൻ്റെ വൈറ്റമിൻ കെ ഉണ്ട്, ഒരുപാട് പൊട്ടാസ്യം ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഇതിൻ്റെ അകത്ത് ഒരു യൂജിനോൾ എന്നും പറഞ്ഞ ഒരു കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു ചാപ്റ്ററായിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. അത്രയ്ക്കും മെഡിസിൻ വാല്യൂ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഗ്രാമ്പു. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ കൊണ്ട് രാവിലെ വൈകിട്ടും നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുന്നത് ഏറ്റവും ബെറ്ററാണ്. നമ്മൾ ഡെയിലി കുളിക്കുമല്ലോ, കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നിനും ബോഡിയിലും നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് ഉണ്ടാക്കി സൂക്ഷിക്കുവാണെങ്കിൽ ബോഡിയിലും ഉണ്ടായിരിക്കാം. കാരണം ഇത് എപ്പോഴും നല്ല ഒരു റെഡ് കളറിലെ ഓയിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഇത് കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് മസാജ് ചെയ്ത് ഫേസിന് ശരിക്കും നമ്മുടെ പൊള്ളിയ പാട് വരെ, എത്ര വർഷമുള്ള കാര വന്ന പാട് വരെ പോകാനായിട്ട് ഇത് ബെസ്റ്റാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ടൗണിലുള്ളവർക്കൊക്കെ ഇതെങ്ങനെ തേക്കിൻ്റെ ഇല കിട്ടും എന്നൊന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് നിങ്ങൾ എവിടുന്നേലും സംഘടിപ്പിച്ചിട്ട്, ഇപ്പം എല്ലാം സുലഭമാണല്ലോ. ഇത് ചിലപ്പോൾ ഇതിൻ്റെ ഇല നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയാലോ, അതിൻ്റെ ഡ്രൈ ലീഫും ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിലും ഇത് പക്ഷെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ളവർക്കാണെങ്കിൽ ഇത് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. കിട്ടുമെങ്കിൽ ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. ശരിക്കും നല്ലൊരു റെഡ് കളറിലെ ഓയിലായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ക്രീം ലോഷനും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലിടാം. വെറുതെ പറയുന്നതല്ല, ഒരുപാട് ഞങ്ങളുടെ പണ്ട് കാലങ്ങളിൽ ഉള്ളവർ നമുക്ക് ദേഹം പൊള്ളിയാൽ, ചിക്കൻ ബോക്സ് വന്നാൽ ഇതൊക്കെ കുളിപ്പിക്കുമ്പം പിന്നീട് ആ പാടുകൾ പോകാൻ തേക്കിൻ്റെ ഇലയിട്ട് ഉണ്ടാക്കിയ ഓയിൽ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? ഇപ്പം ഞാനിത് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് 2-3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്താണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് ഏത് കളറിലിരിക്കുന്നത്, ഞാൻ എണ്ണ കാച്ചിരി 916-ൻ്റെ ഓയിൽ വാങ്ങിച്ചിട്ടാണ് ഞാൻ റെഡിയാക്കിയത്. ഇത് ശരിക്കും ഇത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്തൊരടപ്പുണ്ട്. ഇതെനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചതാണ്. അടപ്പ് ഊരാതെയാണ് ഞാൻ കമത്തിക്കൊണ്ടിരുന്ന്. കാണിച്ചു തരാം. സോറിയേ. ഇതേപോലത്തെ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ? നല്ലൊരു റെഡ് കളറ് കിട്ടും. ഇത് നമുക്ക് നല്ലതായിട്ട് മസാജ് ചെയ്യാൻ എന്നും നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫേസിലൊന്നും ഞാൻ പറയുന്നത് കള്ളമല്ല, അത്രയും നമുക്ക് നല്ല നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാ പാടുകളും പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രയും ആയുർവേദത്തിൽ അത്രയും ഗുണങ്ങളുള്ളതാണ് ഈ 3 ഇൻഗ്രീഡിയൻസിനും. കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് ഇത് സംഘടിപ്പിച്ച് ഒന്ന് ഉപയോഗിച്ച് നോക്കണം. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും നിങ്ങളിത് നിസ്സാരമായിട്ട് കാണരുത്. ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം. അതുപോലെ ഉപകാരമുള്ള ഒരു ഓയിലാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.